ജീവിതത്തെപ്പറ്റി ഒരു വാക്ക്. ഏവർക്കും സ്വാഗതം, നമസ്കാരം, ഗുഡ് മോർണിംഗ്. നാം ജീവിതത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യമേ ഒരു പക്ഷേ നമ്മെ അഭിമുഖീകരിക്കുന്നത് ഒരു വിരോധാഭാസമാണ്. അത് എപ്രകാരം എന്ന് സൂചിപ്പിച്ചാൽ, എല്ലാവർക്കും ദീർഘനാൾ ജീവിച്ചിരിക്കണമെന്ന് വലിയ താല്പര്യമുണ്ട്. എന്നാൽ അപൂർവമായിട്ട് മാത്രമേ ഓരോ ദിവസവും ഏറ്റവും അർത്ഥവത്തായി ഫലവത്തായി എങ്ങനെ ജീവിക്കാം, എനിക്ക് ലഭിച്ചിരിക്കുന്ന ജീവനും ജീവിതവും ഏറ്റവും മെച്ചമായി മേൽത്തരമായി എപ്രകാരം അനുഭവിക്കാം, കാത്തു സൂക്ഷിക്കാം, പരിപാലിക്കാം എന്ന അന്വേഷണ ബുദ്ധിയോടെ ജീവിക്കുന്ന ആളുകൾ കുറവാണ്. അതിന് ഒരു മാറ്റമുണ്ടാകേണ്ടത് അത്യാവശ്യമാകയാലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഈ അടുത്ത കാലത്ത് ഏതാണ്ട് 25-26 വയസ്സുള്ള ഒരു യുവാവ് എന്നെ സന്ദർശിച്ചിട്ട് അദ്ദേഹം ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. മുൻപോട്ട് പോകുവാൻ താല്പര്യമുണ്ടെങ്കിലും ഒരടി മുൻപോട്ട് പോകാനൊക്കുന്നില്ല. ജീവിത സാഹചര്യങ്ങൾ തന്നെ നന്നേ തളർത്തിയിരിക്കുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന അവസ്ഥ എന്നോട് പങ്കിട്ടുകൊണ്ട് അതിനെപ്പറ്റി എന്തെങ്കിലും എൻ്റെ ഉപദേശം പ്രാപിക്കാം എന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹം എന്നെ സമീപിച്ചത്. ഞാൻ 2 തവണ ആ യുവാവിനെ കണ്ടു, ദീർഘമായി സംസാരിച്ചു, ഓരോ മണിക്കൂർ വെച്ച്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രശ്നം എപ്പോഴും തൻ്റെ സാഹചര്യങ്ങളെപ്പറ്റി, താനായിരിക്കുന്ന സാഹചര്യങ്ങൾ, അതായത് തനിക്ക് ബാഹ്യമായ ഘടകങ്ങൾ, അത് മാത്രമേ അദ്ദേഹം പരിഗണിക്കുകയുള്ളൂ. അത് പരിഗണിക്കുമ്പോൾ അതിലേറ്റവും നിഷേധാത്മകമായ കാര്യങ്ങൾ മാത്രം. അപ്പോൾ ഇവിടെ നാം ഒരു അസന്തുലിത കാണുകയാണ്. ലാക്ക് ഓഫ് ബാലൻസ് ഓർ ഇംബാലൻസ്. എന്താണ് ഈ അസന്തുലിത? നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. അതിലൊന്ന് നാമാണ്, മറ്റേത് നാം ആയിരിക്കുന്ന അവസ്ഥ, ദി സർക്കംസ്റ്റാൻസസ് ഓഫ് അവർ ലൈഫ്. ഇത് തമ്മിൽ എപ്പോഴും ഒരു സമവായം, ഡയലോഗ് നടന്നുകൊണ്ടേയിരിക്കും. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് ആധുനിക ലോകത്തിൽ സംഭവിക്കുന്നത്, ആളുകൾ ഇതൊരു ഡയലോഗല്ല മോണോലോഗാണ് എന്ന വിധത്തിൽ തങ്ങളുടെ അവസ്ഥ കാണും. അതായത് തങ്ങൾക്ക് ബാഹ്യമായത് ഏറ്റവും ശക്തിയേറിയതും തങ്ങളെ എപ്പോഴും തങ്ങളുടെ കഴിവിന് അതീതമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നതും തങ്ങളുടെ നല്ല ഉദ്ദേശങ്ങളെയും സാധ്യതകളെയും ഇല്ലാതാക്കുന്നതുമാണ്. തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, കാരണം തങ്ങൾ സാഹചര്യങ്ങളുടെ ഇരകളാണ് എന്ന ഒരു ബോധത്തിലാണ് വളരെയധികം ആളുകൾ. അവരപ്രകാരം സമ്മതിക്കുമോ ഇല്ലയോ എന്നത് മറ്റൊരു പ്രശ്നമാണ്. അങ്ങനെ പരാജയപ്പെടുന്നോ ഇല്ലയോ എന്നത് വേറൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു അവസ്ഥയിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും കഴിയുന്നത് എന്നതാണ് അനേകം ആളുകളുമായി ഇടപെട്ടതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ആദ്യമായി എനിക്ക് അവരോടും പറയാനുള്ളത്, ലോകത്തിൽ ജീവിച്ചവരെല്ലാം ഓരോരോ സാഹചര്യങ്ങളിലാണ് ജീവിച്ചത്. എവരിബഡി ഹാസ് ആൻഡ് എവരിബഡി ഓൾവേസ് ഹാഡ് എ ഗിവൺ സർക്കംസ്റ്റാൻസ് ഓഫ് ലൈഫ്. അല്ലാതെ ജീവിതം അസാധ്യമാണ്. പക്ഷേ ഈ സാഹചര്യങ്ങൾ വളരെ ബലമേറിയതാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം വളരെ അധികമാണ്, അതിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ അതിശക്തമാണ് എന്നിരിക്കെ അതിൻ്റെ പ്രാധാന്യത്തെ അല്ലെങ്കിൽ അതിൻ്റെ പ്രാബല്യത്തെ അല്പം പോലും കുറച്ച് കാട്ടാതെ എനിക്ക് അടിവരയിട്ട് ഏവരെയും അറിയിക്കാനുള്ളത്, നാം
അവയുടെ ഇരകളായി തീരേണ്ട ആവശ്യമില്ല. നമുക്ക് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളെ വളരെ അർത്ഥവത്തായും വലിയ തോതിലും സ്വാധീനിക്കാൻ കഴിയും. പക്ഷേ അങ്ങനെ സാധ്യമാകണമെങ്കിൽ നമ്മളിൽ ചില എന്താ പറയുന്നത് വിഭവങ്ങൾ, റിസോഴ്സസ് ഉണ്ടാകണം. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് സമീപനം എൻ്റെ കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. വിദ്യാഭ്യാസത്തിൽ തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റായി ഭാരതത്തിൽ കണ്ടു. ഇപ്പോൾ അത് ഉപേക്ഷിച്ചിരിക്കുന്നു. ഇതൊക്കെ വളരെ ചിന്തിക്കാൻ രസകരമായ കാര്യങ്ങളാണ്. അപ്പോൾ നാം ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നമുക്ക് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളെ വേണ്ടതുപോലെ അർത്ഥവത്തായി സ്വാധീനിക്കാൻ സാധിക്കും. അങ്ങനെ സ്വാധീനിക്കുന്നില്ല എങ്കിൽ നാം നമ്മുടെ സാഹചര്യങ്ങളുടെ ഇരയായി മാത്രം കഴിയേണ്ടി വരും. അത് വളരെ ദുഃഖകരമാണ്. ഇതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. കാരണം അങ്ങനെ ജീവിത സാഹചര്യങ്ങളോട് നിരന്തരം മല്ലിട്ട ഒരു വ്യക്തി എന്ന നിലയിൽ, അങ്ങനെ മല്ലിട്ടത് കൊണ്ട് അല്പമൊക്കെ വളരുവാനും മാനുഷികമായ സാധ്യതകളെ വികസിപ്പിക്കുവാനും കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങൾ എൻ്റെ സാക്ഷ്യമായി, എൻ്റെ അനുഭവ സാക്ഷ്യമായി നിങ്ങൾ കരുതിയാൽ ഞാൻ അതിൽ നന്ദിയുള്ളവനായിരിക്കും. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത്, നമുക്ക് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ എപ്പോഴും പലവിധമായ വളരെ ശക്തേറിയ ഘടകങ്ങൾ, മർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതിന് യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല. അത് സ്വാഭാവികമാണ്. ഇറ്റ്സ് ഓൺലി നാച്ചുറൽ ദാറ്റ് വി ആർ ആക്റ്റഡ് അപ്പോൺ ബൈ എ ഹോസ്റ്റ് ഓഫ് വെരി പവർഫുൾ ഫോഴ്സസ്. അപ്പോൾ അതിനെ നമുക്ക് തുടച്ചു നീക്കാൻ സാധ്യമല്ല. നമുക്ക് ആകെപ്പാടെ ചെയ്യാവുന്നത് ഇതുമായുള്ള നമ്മുടെ സംവാദത്തിൽ, അനിവാര്യമായ സംവാദത്തിൽ നമുക്ക് അർത്ഥവത്തായ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന വിധത്തിൽ പ്രവർത്തിപ്പാൻ ആവശ്യമായ വ്യക്തിപരവും ആന്തരികവുമായ വിഭവങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയും. വി ക്യാൻ ഇൻക്രീസ് our inner resources so as to play an effective and meaningful role in this necessary and unavoidable dialogue with our environment. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് ഏവരുമായി പറയാനുള്ളത്. വിശദീകരിച്ച് പറയാൻ പോയാൽ അധികം സമയം പോകും എന്നതുകൊണ്ടാണ് ഇത് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് അറിയാമായിട്ടും ഞാൻ അതിന് ശ്രമിക്കാത്തത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശദീകരണങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. അത് ഉൾക്കൊള്ളിച്ച് തുടർന്നുള്ള വീഡിയോകൾ ചെയ്യാനും ഞാൻ തയ്യാറാണ്. അപ്പോൾ നാം നമ്മുടേതായ ആന്തരിക വിഭവങ്ങൾ വളർത്തിയെടുക്കണമെന്ന് നാം ഇതുവരെ കണ്ടു. അപ്പോൾ ന്യായമായും ചോദിക്കാം, എന്താണ് ഈ വിഭവങ്ങൾ? അത് വളർത്തിയെടുക്കേണ്ട ആവശ്യം എന്താണ്? അത് വളർത്തിയെടുത്താൽ, ഡെവലപ്പ് ചെയ്താൽ നമുക്ക് എപ്രകാരം പ്രയോജനപ്പെടും? അതിനെപ്പറ്റി നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കാം. So we will now think about what are those resources that we need to develop, how to develop, and if we develop, what happens. ഇതാണ് ഇതിൻ്റെ നമ്മുടെ അടുത്ത ഘട്ടം. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി മനുഷ്യ ജീവിതത്തെ ഞാൻ എപ്പോഴും ഒരു ചെസ്സ് കളിയോട് താരതമ്യപ്പെടുത്തി ചിന്തിക്കാറുണ്ട്. ഐ ഓൾവേസ് ഇമാജിൻ ലൈഫ് ആസ് എ ചെസ് ബോർഡ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ വലിയ ചെസ്സ് കളിക്കാരനൊന്നും ആയിരുന്നില്ല. ഒരു കാലത്ത് ചെസ്സ് കളിച്ചിരുന്നു. ചെസ്സ് കളിച്ച് തോറ്റ് ഞാൻ ആ ഒരു കളി ഉപേക്ഷിച്ചു. പക്ഷേ അതിൻ്റെ മർമ്മങ്ങൾ ഞാൻ അതിനുശേഷം തുടർച്ചയായി അന്വേഷിച്ചു കൊണ്ടേയിരുന്നു, ഇപ്പോഴും അന്വേഷിക്കുന്നു. അത് ജീവിതവുമായി, മനുഷ്യ ജീവിതവുമായി വളരെ, പ്രത്യേകിച്ച് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു വിലയേറിയ അംശവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കളിയാണ് ചെസ് കളി. അതെന്താണെന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യം, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം തന്നെ നാം മനസ്സിലാക്കേണ്ടത് വേറൊരു വിധത്തിലാണ്. ലോകം കാണുന്നത് പോലെ അല്ല എന്നതൊരു പക്ഷേ ഈ വീഡിയോയിലുള്ള അംശങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ വെളിപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ചെസ്സ് കളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കളി ആരംഭിക്കുമ്പോൾ അനേക സാധ്യതകളുണ്ട്. നിങ്ങളുടെ കരുക്കൾ മാറ്റുവാൻ, നീക്കുവാൻ വളരെ സാധ്യതകളുണ്ട്.
പക്ഷേ നാം ഈ കളി മുമ്പോട്ട് കൊണ്ടുപോയി ഓരോ സ്റ്റെപ്പും മുമ്പോട്ട് പോകും തോറും നമ്മുടെ സാധ്യതകൾ കുറഞ്ഞ് അവസാനം ഒരു സ്റ്റെയിൽമേറ്റിലായിത്തീരും. സ്റ്റെയിൽമേറ്റ് എന്ന് പറഞ്ഞാൽ രാജാവിന് അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ടും പോകാൻ വയ്യ, മൂവ് ചെയ്യാൻ വയ്യാത്തൊരു സ്ഥിതിയിൽ സ്റ്റെയിൽമേറ്റ്. അപ്പോൾ നാം കളി നോക്കും. ഇതാണ് ചെസ്. പ്രസക്തമായ നമ്മുടെ വിഷയത്തോട് വളരെ അടുപ്പമുള്ള ഒരാശയമാണ്. അതെൻ്റെ മനസ്സിലെപ്പോഴും ഞാൻ സ്ഥിതി ചെയ്യുന്നൊരു ചിന്തയാണ്. ഞാനതൊന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ചിന്തിക്കുമ്പോൾ ഇത് വളരെ മനോഹരമാണ്, താരതമ്യമാണ് എന്ന് നിങ്ങൾക്ക് തീർച്ചയായും ബോധ്യപ്പെടും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ ചെറുപ്പകാലത്ത്, യുവത്വത്തിൻ്റെ കാലത്ത് നമുക്ക് അനേക സാധ്യതകളുണ്ട്. പക്ഷേ ഓരോ ദിവസം മുൻപോട്ട് പോകുന്തോറും നമ്മുടെ സാധ്യതകൾ കുറഞ്ഞ് വന്ന് വാർദ്ധക്യകാലത്തിൽ വരുമ്പോൾ അത് നന്നേ കുറഞ്ഞ് അവസാനം കട്ടിലിൽ കിടപ്പ് രോഗിയാകുമ്പോൾ സ്റ്റെയിൽമേറ്റായി. ഇത് മനുഷ്യൻ്റെ ജീവിതമാണ്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തെ നാം അറിയുകയും സ്വീകരിക്കുകയും ചെയ്യണം. പക്ഷേ സ്വീകരിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ അർത്ഥം അതിന് കീഴടങ്ങുക എന്നല്ല. അറിയുക, അങ്ങനൊരു കാര്യമുണ്ട്. സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് ബാധകമാണ്. ഇറ്റ് ഈസ് റെലവൻറ്റ് ടു മീ. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ എന്ത് ചെയ്യണം? വാട്ട് ഷുഡ് ഐ ഡു അബൌട്ട് ഇറ്റ്? ഈ ഒരു പാറ്റേൺ, ഈ ഒരു മർമ്മം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട്. എന്നാൽ ആ യാഥാർത്ഥ്യത്തോട് ഞാൻ എപ്രകാരം പ്രതികരിക്കണം, ബന്ധപ്പെടണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, എൻ്റെ സാഹചര്യങ്ങളല്ല. ഇതെൻ്റെ സാഹചര്യങ്ങളാണ്. ഇപ്രകാരമാണ് ഞാൻ വസിക്കുന്ന ലോകത്തിൻ്റെ സാഹചര്യം. പക്ഷേ എനിക്ക് വേണമെങ്കിൽ ഇതിന് എന്നെ തന്നെ അടിയറ വെക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇതിനോട് അർത്ഥവത്തായ ഒരു സമവായം അന്ത്യശ്വാസം വരെയും നിലനിർത്താം. I can be in a state of meaningful dialogue with this environment, full of its own logic, its own power, its own possibilities, its own compulsions, and also its propulsions and impulsions. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എൻ്റെ സാഹചര്യമല്ല, ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് വ്യക്തമാണ് ഇതുവരെ. ഇനിയും അടുത്ത രണ്ടാമത്തെ സ്റ്റേജിലോട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇവിടെ കൂടിപ്പോയാൽ അടുത്ത 15 മിനിറ്റോടെ അതുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നതാണ്. നാം എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും അറിയാം ശരീരം, മനസ്സ്, ആത്മാവ്. ശരീരം, മനസ്സ്, ആത്മാവ്. ഈ 3 തട്ടത്തിലും ഞാൻ പറഞ്ഞ മർമ്മം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. എന്താണ്? ആരംഭിക്കുമ്പോൾ അനേക സാധ്യതകളും അനന്തമായ സാധ്യതകളും ഓരോ ദിവസവും മുൻപോട്ട് പോകുമ്പോൾ സാധ്യതകൾ കുറഞ്ഞു വരും. സ്വാഭാവികമായി അങ്ങനെ സംഭവിക്കും. എന്നാൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ആ ഒരു സാഹചര്യത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ നമുക്ക് കഴിയും. ഇപ്പോൾ തന്നെ ഭാരതം വളർത്തിയെടുത്ത യോഗ, ഈ യോഗ കൊണ്ട് ശരീരം ഈ ചെസ്സിൽ സംഭവിക്കുന്ന പോലെ മുൻപോട്ട് പോകുന്തോറും ചുരുങ്ങി ഇല്ലാതാകുന്ന ആ പ്രക്രിയയെ സ്വാധീനിക്കാൻ സാധിക്കും. യോഗ മാത്രമല്ല, ശരീരം കൊണ്ട് ശരിക്കും അധ്വാനിച്ച് ജീവിക്കുന്നവർ, ശരീരത്തെ ദുരുപയോഗം ചെയ്യാത്തവർ, ശരീരത്തെ വിലമതിച്ച് അതിനെ കരുതുന്നവർ, അച്ചടക്കത്തോടെ ജീവിക്കുന്നവർ, അവരുടെ ശാരീരികമായ അവസ്ഥയിൽ സംഭവിക്കാവുന്ന ജീർണത, അതിനോട് ക്രിയാത്മകമായി നമുക്ക് പ്രതികരിക്കാൻ കഴിയും. അത് പല വിധത്തിൽ സാധ്യമാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇനി വേണമെന്ന് തോന്നിയാൽ ഈ ഓരോ അംശത്തെയും കേന്ദ്രീകരിച്ച് വീഡിയോകൾ ഉണ്ടാക്കുവാൻ ഞാൻ സന്നദ്ധനാണ്. അനേക കാര്യങ്ങൾ ഈ ഓരോ അംശത്തെപ്പറ്റിയും സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ മാനസികമായിട്ടും അങ്ങനെയാണ്. ഇപ്പോൾ നാം ചെറുപ്പത്തിൽ പഠിക്കുന്നു. നാം ഒരു 2 വയസ്സിന് മുൻപ് നാം ഒരു ഭാഷ പഠിച്ചു. അത് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. ഇതിനെപ്പറ്റി ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ളവർ പറയുന്നത്, ഒരു വ്യക്തി അവൻ്റെയോ അവളുടെയോ ജീവിതത്തിലെ ആദ്യത്തെ 6 വർഷത്തിൽ എന്തെല്ലാം പഠിക്കുന്നുവോ അതിൻ്റെ അത്രയും
അടുത്ത 60 വർഷങ്ങൾ കൊണ്ട് പഠിക്കുന്നില്ല. അത്രമാത്രം സാധ്യതകളും കഴിവുകളും നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യകാലത്തുണ്ട്. പക്ഷേ അത് വേണ്ടതുപോലെ ഉപയോഗിക്കുവാൻ, പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് നാം ശ്രദ്ധിക്കാത്തതുകൊണ്ട് കഴിയുന്നില്ല. ഞാൻ മഹാരഥന്മാരായ അനേകം ആളുകളുടെ ജീവചരിത്രവും ഓട്ടോബയോഗ്രഫിയും പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അതിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു മർമ്മം, അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ, വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് ഇപ്പം വലിയ കലാകാരന്മാരുടെ ജീവിതത്തിൽ തന്നെ വളരെ ചെറുപ്പത്തിൽ അവർ അത്ഭുതകരമായ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നു. അത് ഞാൻ ചെസ്സിൻ്റെ ഉപമയിൽ പറഞ്ഞതുപോലെ അനന്തമായ സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് തന്നെയുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 3-4 വയസ്സ് വരെ മലയാളം സംസാരിച്ചു. അതിനുശേഷം കേരളത്തിൽ ജനിച്ചു വളർന്നൊരു കുഞ്ഞ് വിചാരിക്കുക 4-5 വയസ്സ് വരെ മലയാളം നന്നായി സംസാരിച്ചു. അതിനുശേഷം മാതാപിതാക്കന്മാർ അമേരിക്കയിലോട്ടോ ഇംഗ്ലണ്ടിലോട്ടോ അല്ല യൂറോപ്പിലോട്ടോ ട്രാൻസ്ഫർ ചെയ്തു, അവരോട് സെറ്റിൽ ചെയ്തു. ജർമ്മനി ആയിക്കോട്ടെ, ഇംഗ്ലണ്ട് ആയിക്കോട്ടെ, ഫ്രാൻസ്, ഇറ്റലി ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ. പിന്നെ അടുത്ത 10 വർഷം 15 വർഷം ഇത് അവിടുത്തെ ആളുകൾ സംസാരിക്കുന്ന പോലെ ഇംഗ്ലീഷോ അത് അവിടുത്തെ പ്രാദേശിക ഭാഷയോ സംസാരിക്കും, ഒരു പ്രയാസമില്ല സംസാരിക്കും. എന്നാൽ ഒരു 20 വയസ്സ് കഴിഞ്ഞ് അല്ല 30 വയസ്സ് കഴിഞ്ഞ് മറ്റു രാജ്യത്ത് പോയി താമസിച്ചാൽ അവിടുത്തെ ഭാഷ നമ്മൾ പഠിക്കാൻ വളരെ പ്രയാസമാണ്. അസാധ്യമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സ്വാഭാവികമായ ഒരു കുഞ്ഞു പഠിക്കുന്നത് പോലെ മറ്റൊരു ഭാഷ പഠിക്കാൻ ആർക്ക് സാധ്യമല്ല എന്നത് ഞാൻ അധികം വിശദീകരിച്ച് പറയേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദിവസങ്ങൾ കഴിയുന്തോറും നമ്മുടെ സാധ്യതകളുടെ വലിപ്പം കുറഞ്ഞു വരികയാണ്. ഇത് നാം എപ്പോഴും മനസ്സിലാക്കണം. അത് ശാരീരികമായും മാനസികമായും ആധ്യാത്മികമായും ഇത് അന്വർത്ഥമാണ്. അപ്പോൾ നാം എന്ത് ചെയ്യണം? ഇപ്പോൾ ശരീരത്തെ നിലനിർത്താൻ യോഗ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ മറ്റഭ്യാസങ്ങൾ, രീതികൾ, കനേഡിയൻ ആർമി എക്സസൈസസ് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളുണ്ട്. അത് ചെയ്യുന്നു. അല്ലെങ്കിൽ മോർണിംഗ് വാക്കിന് പോകുന്നു, അല്ല ഗാർഡനിങ് ചെയ്യുന്നു. ഞാൻ ഐ യൂസ്ഡ് ഫാമിംഗ്, അഗ്രികൾച്ചർ ആസ് ആൻ എക്സസൈസ്. ഐ എൻജോയ്ഡ് ഇറ്റ് ട്രെമെൻഡസ്ലി. അതെന്നെ വളരെയധികം സഹായിച്ചു. മരുന്നുകളിൽ നിന്ന് തന്നെ വിടുവിച്ചു. അപ്പോൾ അങ്ങനെ അനേക കാര്യങ്ങൾ നമുക്കുണ്ട്. അതുപോലെ ഭക്ഷണത്തെ നിയന്ത്രിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാലും നമ്മൾ എത്ര ശ്രമിച്ചാലും ഈ ശരീരം ഇവിടെ അസ്തമിക്കേണ്ടതായതുകൊണ്ട് അതിൻ്റെ സമയത്ത് അത് ഭൂമിയുടെ അംശമായി തീരും. എന്നാൽ ആ നിമിഷം വരെയും ഏറ്റവും മഹത്തരമായി എപ്രകാരം ജീവിക്കാമോ അപ്രകാരം ജീവിക്കുവാൻ നാം ഏവരും കരുതുകയും തത്രപ്പെടുകയും നമ്മളാലാകുന്നത് മുഴുവനും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ഇതാണ്. അതുപോലെ തന്നെ നമ്മുടെ മാനസികമായ സാധ്യത. ഇപ്പം ശരീരത്തിന് ആഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ 3 നേരം കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല. ആഹാരം കൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത് ശാരീരികമായ അനുഭവങ്ങൾ, ഇപ്പം നല്ല അനുഭവങ്ങൾ, അർത്ഥവത്തായ അനുഭവങ്ങൾ, അതെല്ലാം ഇതിൽ ഉൾപ്പെടും. നമ്മുടെ മനുഷ്യത്വവുമായി ബന്ധമുള്ള അനുഭവങ്ങൾ, അങ്ങനെയുള്ള ഇപ്പോൾ കലാപരമായ കാര്യങ്ങൾ നാം ആസ്വദിക്കുന്നു, സാംസ്കാരികമായ കാര്യങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നു, പ്ലഷറബിൾ സെൻസേഷൻസ്, സൗന്ദര്യബോധം, ഇതെല്ലാം ഇതിനകത്ത് പെടുന്നതാണ്. കാരണം മനുഷ്യൻ അങ്ങനെ സർവ്വതല സാധ്യതകളുള്ള ഒരു അത്ഭുത പ്രതിഭാസമായതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ എല്ലാ തലത്തിലും നമുക്ക് വളരുവാൻ സാധ്യമാണ്. അങ്ങനെ വളരേണ്ട കടമയും നമുക്കുണ്ട്. അപ്പോൾ അത് മാനസികമായും അപ്രകാരം തന്നെ. ഈ കാലത്ത് സ്പെഷ്യലൈസേഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആളുകൾ വളരെ ചെറിയ ഒരു സ്ഥലത്ത് മാത്രം. സ്പെഷ്യലൈസേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് നോയിങ് മോർ ആൻഡ് മോർ അബൌട്ട് ലെസ് ആൻഡ് ലെസ്. ഇപ്പോൾ ഒരു മെഡിക്കൽ സ്പെഷ്യലിസ്റ്റിനോട് ചോദിച്ചാൽ സാധാരണ ജീവിതത്തിൻ്റെ അടിസ്ഥാന മർമ്മങ്ങൾ പോലും അറിയണമെന്നില്ല. ഇപ്പോൾ നാം ജീവിക്കുന്ന ലോകത്തിലെ ഏറ്റവും ലളിതമായ കാര്യങ്ങളും അറിയണമെന്നില്ല. കാരണം അദ്ദേഹം ഒരു വലിയ സ്പെഷ്യലിസ്റ്റാണ്. ആ ഒരു കാര്യം മാത്രം നോക്കി ഇപ്പം കൊതുകിനെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരാളെ എനിക്കറിയായിരുന്നു, എൻറ്റമോളജിസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിന് ലോകത്തിലാകെപ്പാടെ കൊതുക് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മനുഷ്യനെ കണ്ടാലും കൊതുകാണ് എന്ന വിധത്തിലാണ് അദ്ദേഹം ഇടപെടുന്നത്. അപ്പോൾ
അറിവ് ആ ഒരു ദിശയിൽ വർദ്ധിക്കുന്നു, സമ്മതിക്കുന്നു. പക്ഷേ മാനസികമായി അത് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ്. ഈ ലോകത്തിൽ കൊതുക് മാത്രമല്ല, മറ്റ് യാഥാർത്ഥ്യങ്ങളുമുണ്ട്. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ പറഞ്ഞാൽ മൂക്ക് ചികിത്സിക്കുന്ന ഡോക്ടർക്ക് പല്ല് കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല. പല്ല് ട്രീറ്റ് ചെയ്യുന്ന ആളിന് ചെവി ട്രീറ്റ് ചെയ്യാൻ പ്രയാസമാണ്. ചെവി ട്രീറ്റ് ചെയ്യുന്ന ആളിന് കണ്ണിന് പ്രയാസം വന്നാൽ അത് ട്രീറ്റ് ചെയ്യാൻ പ്രയാസമാണ്. ഇത് കളിയാക്കിക്കൊണ്ട് ടോൾസ്റ്റോയ് തൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നത്, റഷ്യയിലെ പണക്കാരായ ആളുകൾ അവരുടെ ഇടത്തെ നാസാദ്വാരം അതിന് എന്തെങ്കിലും ചൊറിച്ചിൽ വന്നാൽ പാരീസിൽ പോയി ചികിത്സിക്കും. വലത്തെ നാസാദ്വാരത്തിൽ നോസ്ട്രലിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലണ്ടനിൽ പോയി ഒരു അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണും. അങ്ങനെയാണ് ആധുനിക ലോകമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ഒരു പ്രശ്നം, സ്പെഷ്യലൈസേഷൻ ആവശ്യമാണ്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ ആ ഒരു ദിശയിൽ നാം സഞ്ചരിക്കുമ്പോൾ തന്നെയും മറ്റ് അനന്തമായ ദിശകളിലേക്ക് നമുക്ക് വളരുവാൻ സാധിക്കും. ഇല്ല എന്ന് പറഞ്ഞാൽ അത് നമുക്കെതിരെ എടുക്കുന്ന ഒരു നിലപാടാണ്. അങ്ങനെ വളർച്ച പ്രാപിച്ച അനേകം ആളുകളെ എനിക്ക് കാണാൻ കഴിഞ്ഞ കാലം ഇടയായിട്ടുണ്ട്. അതിലൊരു വ്യക്തിയാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിൻ്റെ വൈറോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനായിരുന്ന ജേക്കബ് ടി ജോൺ. അദ്ദേഹം വളരെ അതിവിദഗ്ധനായ ഒരു പ്രൊഫഷണലായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്ത ശേഷം അനേകകാലം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ പ്രയോജനപ്പെടുത്തി. പക്ഷേ അദ്ദേഹത്തോടുള്ള എൻ്റെ ഇൻറ്ററാക്ഷനിൽ ഹി വാസ് മോർ എ ഫിലോസഫർ ദാൻ എ വൈറോളജിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ വായന, അദ്ദേഹത്തിൻ്റെ ചിന്താരീതി, അദ്ദേഹത്തിൻ്റെ മാനുഷികമായ വളർച്ച എന്നെ നന്നേ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അതെന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ് ഇൻസ്പയർഡ് മീ. അപ്പോൾ അങ്ങനെയുമുള്ള സ്പെഷ്യലിസ്റ്റുകളുണ്ട് എന്ന് ഞാൻ സന്തോഷത്തോടെ പറയട്ടെ. അതുപോലെ തന്നെ ആധ്യാത്മികമായ വളർച്ച. അപ്പോൾ ഈ വളർച്ച പ്രാപിക്കുന്നില്ല എങ്കിൽ നാം ഈ ചെസ് ബോർഡിൽ നടക്കുന്നത് പോലെ ചുരുങ്ങി വാർദ്ധക്യമാകുമ്പോൾ വിറങ്ങലിച്ച് ഒരു മൂലയ്ക്ക് ഇരിക്കേണ്ടി വരും. നമ്മളെ കാണുന്നവർ പരിതാപകരമായിട്ട് അല്ലെങ്കിൽ വളരെ പരിതാപത്തോടെ നമ്മളെ കാണുകയും അത് പ്രകടിപ്പിച്ചില്ലെങ്കിലും ഉള്ളിൽ അങ്ങനെ ഒരു സങ്കല്പം വെച്ചുകൊണ്ട് നമ്മളോട് വളരെ കരുതലോടെ ഇടപെടുകയും നമ്മളേതാണ്ട് പുരാതന വസ്തു പോലെ അവിടെ ഇരിക്കുകയും ചെയ്യേണ്ടി വരും. ജീവിതത്തിൻ്റെ അവസാന ഭാഗം വളരെ അസഹനീയമായ ഒരവസ്ഥയിൽ ചെന്നെത്താൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ കഴിയും എന്ന നല്ല വാർത്തയാണ്, ഗുഡ് ന്യൂസാണ് എനിക്ക് നിങ്ങൾക്ക് നൽകുവാനുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം പറയാം. ഞാൻ 2003 സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് രാജിവെക്കാൻ പല കാരണങ്ങളുണ്ട്. അതിലൊന്ന്, അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ നരിൽ വിൽസനുമായിട്ട് എനിക്ക് കാര്യമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് കോളേജ് എപ്രകാരം നടത്തപ്പെടുന്നു അല്ലെങ്കിൽ ഭരിക്കപ്പെടുന്നു, കോളേജിൻ്റെ അവസ്ഥ എന്താണ്, അതിൻ്റെ ധാർമ്മികമായ നിലപാടുകൾ പാളിച്ചകൾ എന്താണ്, അതിൻ്റെ അതുപരമായി സംഭവിക്കാവുന്ന വലിയ അക്കാദമികമായ നഷ്ടങ്ങൾ എന്താണ്, ഇതിൻ്റെ ഭാവി എങ്ങനെയായിത്തീരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഞാൻ വളരെയധികം ക്ലേശിച്ച അവസാനം ഒരു വിധത്തിലും ഇത് സഹിക്കാൻ വയ്യ എന്ന നില വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് രാജി എഴുതി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ ഏതായാലും ഒരു യാത്രയപ്പ് നൽകണമല്ലോ. ആ യാത്രയപ്പൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എൻ്റെ കൂടെ കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഒരു ജൂനിയർ ലെക്ചറർ, അന്ന് എൻ്റെ ജൂനിയർ ലെക്ചറർ, അദ്ദേഹത്തിന് എന്നേക്കാൾ 12 വയസ്സ് കുറവ്. അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ കെ മാത്യു എന്നാണ്. ഞാൻ വളരെയധികം സ്നേഹിച്ച, എൻ്റെ ഒരു ഇളയ സഹോദരനെ പോലെ സ്നേഹിച്ച ഒരു നല്ല വ്യക്തി. സന്തോഷത്തോടു കൂടെ ഞാൻ ഓർക്കുന്നൊരു വ്യക്തിയാണ്. ഞാൻ പ്രിൻസിപ്പലായ ശേഷം വളരെ അടുത്ത ഒരുമിച്ച് കോളേജിന് വേണ്ടി പ്രവർത്തിക്കാനിടയായി. അപ്പോൾ ഞാൻ കോളേജിൻ്റെ വെളിയിലേക്ക് വരുമ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം വന്ന് പറഞ്ഞത് അത് ഇപ്രകാരമാണ്: യു ഹാവ് ഓപ്ഷൻസ്, ബട്ട് വാട്ട് അബൌട്ട് ദ റെസ്റ്റ് ഓഫ് us? താങ്കളിങ്ങനെ ഇട്ടിട്ട് പോകുന്നു, കാരണം നിങ്ങൾക്ക് പല സാധ്യതകളുമുണ്ട്, ബാക്കിയുള്ള ഞങ്ങളോ? ഇതാണ് ചോദ്യം. അതെന്നെ നന്നേ ചിന്തിപ്പിച്ചിട്ടുണ്ട്.
നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ചെസ്സിൻ്റെ ഉപമ ഞാൻ പറഞ്ഞത്. നമുക്ക് ഓപ്ഷൻസ് നമ്മുടെ ജീവിതത്തോടുള്ള നമ്മുടെ സമീപനത്തിൽ അതിൽ നാം ഉപയോഗിക്കുന്ന പ്രവർത്തന രീതിയിൽ ദ സ്ട്രാറ്റജി ഫോർ ലൈഫ്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരുതൽ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസേൺ ഓഫ് ദ ഗൈഡിങ് പ്രിൻസിപ്പിൾ ദാറ്റ് വി അഡോപ്റ്റ് മസ്റ്റ് ബി ടു ക്രിയേറ്റ് ആൻഡ് എൻലാർജ് ഓപ്ഷൻസ്. നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാകണം. അതാണ് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഉണ്ടാകണമെങ്കിൽ സാധ്യതകളില്ലാതെ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം? നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. അവിടെ പിന്നെ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ്? 2 വഴിയെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ സാധാരണ നാം ഒരു ജോലിയിൽ പ്രവേശിച്ചു. അതിനെന്തൊക്കെ വേണം അതനുസരിച്ച് മാത്രം നാം നമ്മെ തന്നെ ഡെവലപ്പ് ചെയ്തു. എന്നാൽ മറ്റ് പല വിധത്തിലും നമ്മെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളും അവസരങ്ങളും സാവകാശങ്ങളും നമുക്കുണ്ട്. പക്ഷെ അതൊന്നും നാം സ്വീകരിക്കുകയില്ല. കാരണം നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ ആയിരിക്കുന്ന ഈ ഒരു ജോലിയിൽ ഇപ്രകാരമുള്ള ചില കാര്യങ്ങൾ മാത്രം മതി. ഇപ്പോൾ ഒരു അധ്യാപകനാണെങ്കിൽ സാധാരണ നടക്കുന്നതെന്താണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ 2-3 വർഷം അല്പം കാര്യക്ഷമമായി ലെക്ചേഴ്സൊക്കെ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഏകദേശമൊക്കെ ഒരു സാമാന്യം നല്ലൊരു ടീച്ചറാണ് എന്ന ഒരു ഇമേജ് ഉണ്ടാക്കും. അത് കഴിഞ്ഞ് വായന നിർത്തിയിട്ട് ഈ പഴയ കാര്യങ്ങൾ ഇങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അത് മതി, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ പഠിക്കാൻ അത് മതി. എന്നാൽ നമ്മൊരു വിഷയം പഠിപ്പിക്കുമ്പോൾ അത് അനന്തമായ സാധ്യതകളുടെ വെളിച്ചത്തിൽ തന്നെ പഠിപ്പിക്കാനൊക്കും. ഞാൻ സാഹിത്യം പഠിപ്പിച്ചയാളാണ്. ഞാൻ സാഹിത്യം മാത്രം വായിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് സാഹിത്യം പഠിപ്പിക്കാൻ സാധ്യമല്ല. വേണ്ടതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ നിൽക്കുന്ന പരീക്ഷയിൽ പങ്കെടുക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കാൻ മാത്രമാണെങ്കിൽ അത് മതിയെന്ന് വേണമെങ്കിൽ വെക്കാം. പക്ഷേ ഒരു അധ്യാപകൻ്റെ ജോലി കുട്ടികളെ പരീക്ഷ എഴുതാൻ തയ്യാറാക്കുക എന്നുള്ളതല്ല. അവരെ ചിന്തിപ്പിക്കുന്ന ആശയങ്ങളോട് അതീവമായ സ്നേഹമുള്ള, അനുരാഗമുള്ള, വളർച്ചയെപ്പറ്റി ആവേശം അനുദിനം അനുഭവിക്കുന്ന വ്യക്തികളായി, മനുഷ്യത്വത്തിൻ്റെ മനോഹരമായ ആവിഷ്കാരങ്ങളായി അവരെ വളർത്തുക, പ്രചോദിപ്പിക്കുക എന്നാണ് ഒരു അധ്യാപകൻ്റെ ചുമതല. അങ്ങനെ വരുമ്പോൾ സാഹിത്യവും അനേക തലത്തിലുള്ള അറിവുകളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ലിറ്ററേച്ചർ ആൻഡ് സൈക്കോളജി, പെർട്ടിക്കുലർലി സൈക്യാട്രി, കാൾ യുങ്, ഫ്രോയിഡ്, കാൾ യുങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അനേക രാജ്യങ്ങളിലെ സാഹിത്യങ്ങൾ, റഷ്യൻ സാഹിത്യം, ഫ്രഞ്ച് സാഹിത്യം, ജർമ്മൻ സാഹിത്യം, നമ്മുടെ തന്നെ പലവിധമായ ലിറ്റററി ട്രഡീഷൻസ്, മലയാളം ഞാൻ വളരെ ചെറുപ്പത്തിൽ വളരെയധികം വായിക്കാൻ സാധിച്ചു എന്നത് ഇപ്പോഴും ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്ന കാര്യം. ഇവയെല്ലാം എത്രമാത്രം നമ്മുടെ മനസ്സ് വികസിക്കുന്നുവോ, നമ്മുടെ അറിവിൻ്റെ ചക്രവാളങ്ങൾ വളരുന്നുവോ, അതനുസരിച്ച് നമ്മുടെ പഠിത്തത്തിൻ്റെ മേന്മയും നന്മയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ വളർച്ചയുടെ ഭാഗമാണ്. അപ്പോൾ ഇടുങ്ങുന്നതിന് പകരം വികസിക്കുക. നാം ഏത് കാര്യം കൈകാര്യം ചെയ്താലും, ഇപ്പോൾ അടുക്കളയിലാണെങ്കിൽ പോലും ഞാൻ 40 വർഷം ചായ ഞാൻ ഉണ്ടാക്കുന്ന ചായ മാത്രമേ കുടിക്കാറുള്ളൂ. മറ്റാരും ചായ ഉണ്ടാക്കിയാൽ എനിക്ക് ഇഷ്ടപ്പെടുകയില്ല. കാരണം ഞാൻ 40 വർഷമായ ഒരു ഗവേഷണത്തിലാണ്. എങ്ങനെയാണ് ചായ ഏറ്റവും നല്ലതായി ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ ഇത് ഏറ്റവും നന്നായി, നിങ്ങൾ ആരെങ്കിലും തിരുവനന്തപുരത്ത് വരുന്നെങ്കിൽ ഞാൻ ചായ ഉണ്ടാക്കിത്തരാം. അപ്പോൾ ഞാൻ പറയുന്നത് ശരിയാണ്, നിങ്ങൾക്ക് മനസ്സിലാകും. അതിനു പകരം ഈ ചായ ഉണ്ടാക്കുമ്പോൾ യാന്ത്രികമായി ആദ്യമൊക്കെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധയോടെ കണ്ടുപിടിച്ചു. പിന്നെ അത് യാന്ത്രികമായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് തന്നെ അതുപോലെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഗ്രാമഫോൺ റെക്കോർഡിൻ്റെ പുറത്ത് അതിൻ്റെ സ്റ്റൈലസ് ഇരുന്ന് കറങ്ങുന്നത് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ആവശ്യമില്ല. നാം എന്ത് ചെയ്താലും അത് വികസിപ്പിക്കത്തക്കവണ്ണം, അതിൻ്റെ സാധ്യതകൾ വികസിക്കത്തക്കവണ്ണം ഇപ്പം പുസ്തകം വായിക്കുന്നതിന് തന്നെ പല വിധങ്ങളുണ്ട്, പല ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ചിന്തകൻ എന്ന നിലയിൽ, ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ ആ അനുഭവം വേറിട്ടൊരു അനുഭവമാണ്. അതുപോലെ തന്നെ ഞാൻ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്.
ഒരു ട്രാൻസ്ലേറ്റർ എന്ന നിലയിൽ ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ ആ വായനയും ഒരു സാധാരണ വായനയും തമ്മിൽ യാതൊരു സാമ്യവുമില്ല, വളരെ വളരെ വ്യത്യസ്തമാണ്. അറിവുകളുടെ ദാഹം കൊണ്ട് ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ ആ അനുഭവം പരീക്ഷയ്ക്ക് വേണ്ടി ഒരു പുസ്തകം വായിക്കുന്നതുമായി യാതൊരു സാമ്യവുമില്ല. ഇങ്ങനെ പല തട്ടങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു തലത്തിൽ നമുക്ക് വളരാൻ കഴിയും. പലരും പറഞ്ഞു, ഇതൊക്കെ ചിലർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അങ്ങനെയല്ല, നാം അങ്ങനെ ആക്കി വച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. മാവേലിക്കരയിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഒരു ബാർബറുടെ മകനാണ്. വളരെ വളരെ താഴ്ന്ന തോതിൽ മാത്രം ജീവിക്കാൻ സൗകര്യമുള്ളൊരു വ്യക്തി, ഇരുന്ന് വായിക്കാൻ പോലും നല്ല സാഹചര്യങ്ങളില്ലാതെ വളർന്ന ഒരു വ്യക്തി, ഒരു വലിയ എഴുത്തുകാരനായി. അദ്ദേഹത്തിൻ്റെ കുറഞ്ഞ പക്ഷം 2-3 നോവലുകൾ സിനിമയായി മാറി. അപ്പോൾ ആ സമയത്ത് തന്നെ വായന, എവിടെ പുസ്തകം കണ്ടാലും പുസ്തകം അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ച് വായിക്കുക. ഒരു ലൈബ്രറിയിൽ നിന്ന് മറ്റൊരു ലൈബ്രറിയിലേക്ക് പോയി, അപ്പോൾ അവിടെ കിട്ടാത്ത പുസ്തകം ഇവിടുന്ന് കിട്ടും, ഇങ്ങനെ വായിച്ച്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പൊന്തി വന്നു, ഒരു ജനപ്രിയ എഴുത്തുകാരനായി വളർന്നു. അപ്പോൾ എല്ലാവരും എഴുത്തുകാരനാകണമെന്നല്ല ഞാനീ പറയുന്നത്. നാം ഏതവസ്ഥയിലായാലും ആ അവസ്ഥ കാലക്രമേണ നമ്മെ അതിക്രമിച്ച് കീഴടക്കുന്നതിന് പകരം നമുക്കെപ്പോഴും നാം ആയിരിക്കുന്ന സാഹചര്യത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ കഴിയും. ഒരു ഉദാഹരണം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയട്ടെ. കോവിഡ് വന്നു, നാം എല്ലാവരും അടച്ച് മുറിയിൽ ആക്കപ്പെട്ടു, വീടിനകത്ത് ഇറങ്ങാൻ വയ്യ, ലോക്ക്ഡൗൺ എന്ന് പറയും. ആ സമയത്ത് എനിക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അന്ന് എനിക്ക് 5 വയസ്സുള്ള ഒരു കൊച്ചുമകളുണ്ട്, ഗ്രാൻഡ് ഡോട്ടർ. അവൾ കോഴിക്കോടാണ്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് സൂമിൽ കൂടെ വായിക്കാം. അവളെ സമ്മതിച്ചു. എല്ലാ ദിവസവും 1 മണിക്കൂർ 1.5 മണിക്കൂർ അവൾ വായിക്കും, ഞാൻ അത് സഹായിക്കും. അങ്ങനെ ഈ കോവിഡ് ലോക്ക്ഡൗൺ കൊണ്ട് ആ കുഞ്ഞിൻ്റെ എബിലിറ്റി ടു റീഡ് ഇൻക്രീസ്ഡ് അറ്റ്ലീസ്റ്റ് 10-fold. അപ്പോൾ ലോക്ക്ഡൗണിൽ നമുക്ക് വലിയ ശുശ്രൂഷ ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഏത് സാഹചര്യത്തിലും നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ഒരു സാധ്യത കണ്ടെത്താൻ നമുക്ക് കഴിയും. ആരും ഇവിടെ ഒരു സാധ്യതയുമില്ല എന്ന് എഴുതി തള്ളുമ്പോഴും അവിടെയും വലിയ സാധ്യതകളുണ്ട് എന്ന് തിരിച്ചറിയത്തക്കവണ്ണമുള്ള വളർച്ചയാണ് ഓരോ വ്യക്തികളും പ്രാപിക്കേണ്ടത്. അതാണ് നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ പ്രത്യേകത. സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മാത്രമാണ് ഈ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടുന്നത്. അപ്പോൾ അതുകൊണ്ട് നാം എന്തു ചെയ്യണം? ശാരീരികമായി നമുക്ക് ആഹാരം വേണം, അത് ഞാൻ ഏതാണ്ട് വിശദീകരിച്ച് കഴിഞ്ഞു. മാനസികമായി നമുക്ക് ആശയങ്ങൾ വേണം. നമ്മുടെ ശരീരം ക്ഷീണിക്കും തോറും വാസ്തവത്തിൽ മനസ്സ് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ശാസ്ത്രീയമായി ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പഠിച്ചവർ പറയുന്നത്, ഒരു വ്യക്തിയുടെ മനസ്സ് ഏറ്റവും മഹത്തരമായി പ്രവർത്തിക്കുന്നത് 60 വയസ്സ് 70 വയസ്സുകളിലാണ്. 60 years 70 years. പണ്ട് അങ്ങനെയല്ല വിചാരിച്ചുകൊണ്ടിരുന്നത്. മനസ്സ് താഴോട്ട് പോകുമെന്നാണ്. അങ്ങനെ ആകേണ്ട കാര്യമില്ല. അങ്ങനെ ആക്കാൻ കഴിയും, പക്ഷേ നമുക്ക് അതിൽ നിന്ന് അതിനെ അതിജീവിക്കാനും കഴിയും. ഞാൻ വാസ്തവത്തിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. മനസ്സിൻ്റെ സാധ്യതകൾ, മനസ്സിൻ്റെ ആഹാരം, എല്ലാ ദിവസവും ഒരു 5-star ഡിന്നർ എൻ്റെ മനസ്സിന് കൊടുക്കാം. അത് ₹1 പോലും ചിലവാക്കാതെ എൻ്റെ മനസ്സിനൊരു 5-star ഡിന്നർ കൊടുത്ത് കഴിയാൻ സാധിക്കും എന്നത് പ്രത്യേകിച്ച് ഈ യുഗത്തിലെ ഒരു വലിയ നേട്ടം തന്നെയാണ്. ഇവിടെ ഇരുന്ന് എൻ്റെ കസേരയിലിരുന്നു കൊണ്ട്, എൻ്റെ കമ്പ്യൂട്ടറിൽ കൂടെ എനിക്ക് ഇഷ്ടമുള്ള ഏത് പുസ്തകവും ഡിജിറ്റൽ ഫോമിൽ ഡൗൺലോഡ് ചെയ്ത് അതിനിഷ്ടമുള്ള ഫോണ്ട് സൈസിൽ സുഖമായിരുന്നു വായിക്കാനുള്ളൊരു സാധ്യത. പണ്ടത്തെ കാലത്ത് രാജാക്കന്മാർക്കും ചക്രവർത്തിമാർക്കും സ്വപ്നം കാണാൻ കഴിയാത്ത സാധ്യതകളാണ് ഇവയൊക്കെ. അവ വേണ്ടതുപോലെ നാം പ്രയോജനപ്പെടുത്തുന്നോ ഇല്ലയോ? അപ്പോൾ പലരും പറയും, ഈ വയസ്സുകാലത്ത് വായിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? എനിക്ക് നിങ്ങളോട് പറയാനുള്ള, വയസ്സുകാലത്താണ് വായിക്കേണ്ടത്. നമ്മുടെ മനസ്സ് എപ്പോഴും വികസിച്ചുകൊണ്ടേയിരിക്കട്ടെ. അതുപോലെ തന്നെ ആത്മാവ്. ഇപ്പോൾ ശരീരത്തിന് ആഹാരം, മനസ്സിന് ആശയം, ആത്മാവിന് സ്നേഹം. ഇതാണ് നമ്മുടെ ആവശ്യം. 3 ആവശ്യങ്ങൾ എല്ലാ മനുഷ്യർക്കുമുണ്ട്.
ദയവായി ഓർത്തിരിക്കുക, ശരീരത്തിന് ആഹാരം വേണം, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. മനസ്സിന് ആശയങ്ങൾ വേണം, അതും അറിയാം. അത് അറിവ് നമുക്ക് പ്രയോജനപ്പെടുത്തുന്നല്ലോ മറ്റൊരു കാര്യം. മനസ്സിന് ആശയങ്ങൾ വേണം. ശരീരത്തിന് ആഹാരം എന്നതുപോലെ തന്നെ ഒരു പക്ഷേ അതിനേക്കാൾ അപ്പുറമായി മനസ്സിന് ആഹാരം വേണം. ഫുഡ് ഫോർ തോട്ട് എന്ന് പറയുന്നില്ലേ, അത് ആശയങ്ങളാണ്. ആശയങ്ങൾ, ഈ ആശയങ്ങളും ശരീരത്തിൻ്റെ അനുഭവങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഞാൻ അതിൽ തന്നെ ഒരു വിഷയമാണ്, അങ്ങോട്ട് പോയാൽ സമയം പിടിവിട്ടു പോകും. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ആത്മാവിനൊരു ആവശ്യമുണ്ട്, ഒരു ദാഹമുണ്ട്, ഒരു വിശപ്പുണ്ട്. എന്താണ്? സ്നേഹം. മദർ തെരേസ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ ആവശ്യം സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ്. സ്നേഹമാണ് മനുഷ്യൻ്റെ ആവശ്യം. നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ നിധി സ്നേഹമാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കടമ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ ആവശ്യം സ്നേഹിക്കപ്പെടുക, ഏറ്റവും വലിയ കടമ സ്നേഹിക്കുക. നാം വാർദ്ധക്യകാലത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്നേഹത്തിൻ്റെ ആ വലയം ഒരു പക്ഷേ ചുരുങ്ങി അത് തീരെ ഇല്ലാതാകുന്നു. അതാണ് വാർദ്ധക്യകാലത്തിൻ്റെ ഏറ്റവും വലിയ ഭാരം. എന്താണെന്നറിയാമോ? ഏറ്റവും വലിയ പട്ടിണി എന്താണെന്നറിയാമോ? സ്നേഹരാഹിത്യമാണ്. വയസ്സായ ആളുകളെ മറ്റുള്ളവർ, അവരുടെ കുഞ്ഞുങ്ങൾ പോലും, ചാർച്ചക്കാർ പോലും, സുഹൃത്തുക്കൾ പോലും കാണുന്നത് അവർക്ക് ശാരീരികമായ സൗകര്യങ്ങൾ, ആവശ്യങ്ങൾ നേടിക്കൊടുക്കുക. അതാണ് കരുതലെന്ന് പറയുന്നത്. പ്രായമുള്ള ആളുകളെ കരുതുക എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ ശാരീരികമായ ആവശ്യങ്ങൾ. അവർക്ക് ആഹാരമുണ്ട്, കിടക്കയുണ്ട്, വസ്ത്രമുണ്ട്, വസിക്കാൻ നല്ലൊരു മുറിയുണ്ട്, വേണമെങ്കിൽ ഒരു വേലക്കാരൻ അല്ല വേലക്കാരിയുമുണ്ട്. അങ്ങനെ ഉള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പക്ഷേ ആളുകൾ തിരിച്ചറിയാത്ത പരമമായ സത്യം, വാർദ്ധക്യത്തിലിരിക്കുന്ന ആളുകളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം, അവരുടെ ദാഹം, അവരുടെ വിശപ്പ് സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ ഉറവകൾ വറ്റിപ്പോകുന്നു എന്നതാണ് വാർദ്ധക്യകാലത്തിൻ്റെ അസഹനീയമായ വേദന. എന്നാൽ ആ സ്നേഹത്തിൻ്റെ പരിധികൾ വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയുമോ? ഞാൻ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളി അതാണ്. ഞാൻ പരാജയപ്പെട്ടു പോകുന്നു എന്ന് എനിക്ക് തോന്നുന്ന ഒരു വശം ഇതാണ്. ബൗദ്ധികമായി എനിക്ക് യാതൊരു പരാതിയും ഇന്നില്ല. കൃപയാൽ എൻ്റെ മനസ്സിനെ വേണ്ടതുപോലെ പോഷിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ആ ഒരു ദാരിദ്ര്യം ഞാൻ അനുഭവിക്കുന്നില്ല. പക്ഷേ ആത്മീയമായി ആത്മാവിൻ്റെ ദാഹവും വിശപ്പും എന്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ സാക്ഷ്യമായി നിങ്ങളോട് പറയുന്നു. അതിൻ്റെ പേരാണ് സ്നേഹമെന്നുള്ളത്. അതില്ലെങ്കിൽ ആത്മാവ് അങ്ങ് ഉണങ്ങി വരണ്ടു പോകും. വാർദ്ധക്യത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം ഈ സ്നേഹരാഹിത്യമാണ്. പക്ഷെ അതിനും മാറ്റം വരത്തക്കവണ്ണം നമ്മുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. ഈ കാര്യത്തെപ്പറ്റി നിങ്ങൾ ഏവരും വ്യക്തിപരമായി ചിന്തിക്കണം. ഞാൻ എങ്ങനെയാണ് ഈ വലിയ ആവശ്യവും വലിയ വെല്ലുവിളിയും നേരിടേണ്ടത്? അതിന് പ്രയോജനപ്പെടുന്ന വിധത്തിൽ ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ തന്നെ എന്നെ തന്നെ സജ്ജീകരിക്കേണ്ടത്? എൻ്റെ വ്യക്തിത്വത്തെ ഞാൻ എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത്, വളർത്തേണ്ടത്? അത് ചെറുപ്പകാലം മുതലേ ഇന്ന് മുതലേ ഒരു പ്രത്യേക കരുതലായി നാം കാത്തു സൂക്ഷിക്കുമെങ്കിൽ ഏതാണ്ട് 1 മണിക്കൂർ 38 മിനിറ്റ് നമ്മൾ ഇപ്രകാരം ഒരുമിച്ച് കഴിഞ്ഞത് നന്നായി, അത് നല്ലതായിപ്പോയി, അതുകൊണ്ട് എനിക്ക് അനുഗ്രഹം വന്നു എന്ന് തിരിച്ചറിയാൻ സാധ്യമാകും എന്ന വലിയ വിശ്വാസത്തോടെ, ആശ്വാസത്തോടെ, പ്രതീക്ഷയോടെ നിങ്ങളോടേവരോടുമുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.